നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. നേർമൊഴി. നേർമൊഴിയിൽ ഇന്ന് നമ്മോടൊപ്പം ആലപ്പുഴ SD കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വി നാരായണൻ നമ്പൂതിരി. ശ്രീ ജി സന്തോഷ് കുമാർ അദ്ദേഹവുമായി സംസാരിക്കുന്നു. ഒരു മികച്ച അധ്യാപകൻ എന്നതിലുപരി 2 ദേശീയ അവാർഡുകൾ, ഇന്ത്യ ഗവൺമെൻറ് 2 പേറ്റൻറ്റുകൾ, അതുപോലെ നിരവധി അംഗീകാരങ്ങൾ, വിവിധ പ്രാദേശിക ദേശീയ പ്രക്ഷേപണങ്ങൾ, പത്രങ്ങളിലൂടെയും ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെയും വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ, ദേശീയ സാങ്കേതികവിദ്യയെ ആധാരമാക്കി അനേകം യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും രൂപീകരണം, കുട്ടികളുടെ ക്രിയാത്മകത വികസനം മുൻനിർത്തിയുള്ള പ്രസിദ്ധീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനവധി ശില്പശാലകൾ, ഈ പുനരുപയോഗത്തെ ആസ്പദമാക്കിയുള്ള അനേകം ഉൽപ്പന്നങ്ങളുടെ വികസനം, പാഴ്വസ്തുക്കളിൽ നിന്ന് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, ശില്പശാലകൾ തുടങ്ങി സമൂഹത്തിലെ നിരവധി മേഖലകളിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ ഈ തുടക്കകാല ജീവിതം, കുട്ടിക്കാലം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്താൽ സത്യം പറഞ്ഞാൽ എൻ്റെ തുടക്കം തന്നെ 0 നിന്നാണ് എന്ന് പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ സ്വന്തമായിട്ട് 18 വയസ്സ് വരെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പഠിപ്പിക്കുവാൻ വേറെ ആരും ഇല്ലാതിരുന്നു. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ഒരു ജോലി കിട്ടി. ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തുച്ഛമായ വരുമാനത്തിലൂടെ ആണ് പഠിച്ച് മുകളിലോട്ട് വന്നതും. സാറിൻ്റെ ജന്മസ്ഥലമൊക്കെ എവിടെയായിരുന്നു? എൻ്റെ ജന്മസ്ഥലം ആലപ്പുഴയിലെ കളർകോട് എന്ന ഗ്രാമത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. അച്ഛനും അമ്മയും എന്തെങ്കിലും? അച്ഛൻ നേരത്തെ തന്നെ മരിച്ചുപോയി. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പിന്നെ അതുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽ തന്നെ ഗൃഹനാഥൻ എന്നുള്ള ചുമതലയെടുത്ത് മുൻപോട്ട് പോകേണ്ടി വന്നതും. ജോലി ചെറിയൊരു ജോലിയാണെങ്കിലും അന്ന് സ്വീകരിച്ച് മുൻപോട്ട് പോകും. ആദ്യം ഏത് ജോലിയിലായിരുന്നു? ആദ്യം ഞാൻ കേരള സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷനിലായിരുന്നു. അതിനുശേഷം അവിടെ ഇരുന്ന് നൈറ്റ് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടാണ് ഞാൻ SD കോളേജിലേക്ക് വന്നത്. അപ്പം സാറൊരു എക്കണോമിക്സിലെ അധ്യാപകനാണല്ലോ. പക്ഷേ സാറിൻ്റെ കൂടുതലും പ്രവർത്തനങ്ങൾ ഈ എൻജിനീയറിങ്, അതുപോലെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് സാറ് കൂടുതലും ഇത്രയും ഈ നീണ്ട ദീർഘകാലത്തെ ആ സേവനം ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് വേണ്ടിയിട്ടാണ് ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സാങ്കേതിക മേഖലയിലേക്ക് സാറ് കടന്നു വരാനുള്ള ഒരു സാഹചര്യം? ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ പഴയ കാര്യങ്ങൾ പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓർക്കുക, അയവിറക്കുക, ഇതൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്താ വെച്ചാൽ മുൻപ് എന്ന് പറഞ്ഞ് ഞാൻ പഠിച്ച കാലത്ത് പ്രീ ഡിഗ്രി കോഴ്സ് ഉണ്ടായിരുന്നു. ശാസ്ത്ര വിഷയങ്ങളിൽ അഭിരുചി ഉണ്ടായിരുന്നു എനിക്ക്. അതനുസരിച്ച് ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് കണക്ക്, ഭൗതികശാസ്ത്രം, രസതന്ത്രം എന്നീ വിഷയങ്ങളെടുത്താണ് പഠിച്ചത്. പക്ഷേ സാമ്പത്തിക ക്ലേശം മൂലം എനിക്ക് ശാസ്ത്രശാഖയിൽ പഠനം തുടരാനായില്ല. പ്രൈവറ്റായി ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നതിന് യൂണിവേഴ്സിറ്റിയുടെ അനുവാദവും ഉണ്ടായിരുന്നില്ല. അതിനാൽ അന്ന് കിട്ടിയ ഒരു ചെറിയ ജോലിയോടൊപ്പം അതിൽ നിന്ന് ലഭിച്ച തുച്ഛമായ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് പഠനച്ചെലവുകൾ നിറവേറ്റി സായാഹ്ന ക്ലാസ്സുകളിലൂടെ ധനതത്വശാസ്ത്രം പഠിക്കുന്നതിന് ഇടയായി. അതുവഴി ജോലിയോടൊപ്പം തന്നെ ഉന്നത നിലവാരത്തിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി ഒരു കോളേജ് അധ്യാപകനായി. അതിനുശേഷമാണ് ഞാൻ MPhil ബിരുദവും A ഗ്രേഡിൽ നേടിയത്. സാറിപ്പോൾ എക്കണോമിക്സിലെ അധ്യാപകനായിട്ട് ജീവിതം തുടങ്ങി. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് മേഖല 2 പേറ്റൻറ്റുകൾ, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ അംഗീകാരവും, കൂടാതെ എഞ്ചിനീയറിംഗ് മേഖല ഒട്ടനവധി സംഭാവനകൾ നൽകിയിരിക്കുകയാണല്ലോ. ഈ ഒരു മാറ്റത്തിൻ്റെ തുടക്കം ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. കുറച്ചുനാൾ ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തനം എന്നെ കൊണ്ടുചെന്നെത്തിച്ചത് ഞാൻ എന്നും ആദരിക്കുന്ന പോളിടെക്നിക് കോളേജിലെ അന്നത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ തലവനായിരുന്ന രാധാകൃഷ്ണപിള്ള സാറുമായുള്ള സൗഹൃദത്തിലേക്കാണ്. ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയും അന്ന് ഞാൻ രൂപം കൊടുത്തിരുന്ന ഒരു യന്ത്രം കണ്ട് അതിൻ്റെ പ്രവർത്തനത്തിലും രൂപകൽപ്പനയിലും ആകൃഷ്ടനായി എന്നെ കാർമൽ എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുകയുമാണ് ഉണ്ടായത്. അത് ഒരു വഴിത്തിരിവായി മാറി. പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് എൻ്റെ സേവനം പ്രയോജനകരമാണെന്ന് മനസ്സിലാക്കുകയും ഇടവേളകളിൽ പ്രോജക്റ്റ് വർക്കുകൾക്ക് വേണ്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനും അവ നിറവേറ്റുന്നതിനും ഉള്ള ഭാഗ്യവും ലഭിച്ചു. സത്യത്തിൽ ഇതിലൂടെ എൻ്റെ ഒരു സ്വപ്നമായിരുന്ന സാങ്കേതികവിദ്യ അഭ്യസിക്കുന്നതിനും അത് പങ്കുവയ്ക്കുന്നതിനും ഉള്ള ഒരു വലിയ അവസരമാണ് കൈവന്നത്. അതിനോടൊപ്പം തന്നെ സമൂഹത്തിനുപകരിക്കുന്ന എൻ്റെ ചില സാങ്കേതിക ആശയങ്ങൾക്ക് രൂപം നൽകുന്നതിനും അവ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനും സാധിച്ചു. കൂടാതെ നമ്മൾക്ക് ചുറ്റുപാടും ലഭ്യമായതും ഉപയോഗിച്ച് ഉപേക്ഷിച്ച വസ്തുക്കളും വില കുറഞ്ഞതോ വിലയില്ലാത്തതോ ആയ വിഭവങ്ങളും പ്രയോജനപ്പെടുത്തി കരകൗശല വസ്തുക്കളും കളിപ്പാട്ടങ്ങളും പഠന ഉപകരണങ്ങളും നിർമ്മിക്കുന്നതും
അതിനാവശ്യമായ സാങ്കേതികവിദ്യ വികസിപ്പിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് എനിക്ക് ഏറെ താല്പര്യമുള്ള മേഖലയാണ്. ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ വരുമാനത്തിൽ താഴെ തട്ടിലുള്ളവർക്ക് തൊഴിലവസരങ്ങളും വരുമാനവും നേടിക്കൊടുക്കുന്നതിന് ഉപകരിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കാർമൽ പോളിടെക്നിക്കിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനവ വിഭവ വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതിയായ കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീമിൻ്റെ റിസോഴ്സ് പേഴ്സണും ഉപദേശക സമിതി അംഗവുമായി എന്നെ നിയോഗിക്കുകയുണ്ടായി. ഇപ്പോൾ അതിൻ്റെ പേര് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ പോളിടെക്നിക്സ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ പോളിടെക്നിക് സ്കീമുമായുള്ള ബന്ധം സാറിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ എങ്ങനെയാണ് സാറിനെ സഹായിച്ചത്? പേര് തന്നെ നമുക്കറിയാം, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ പോളിടെക്നിക് സ്കീം എന്നാണ്. അപ്പോൾ ഈ ബന്ധത്തിലൂടെ എനിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും ഗ്രാമീണ ജനങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിന് സഹായകരമായി. സൗജന്യമായി സാങ്കേതിക വിദ്യാഭ്യാസം ഒരു സാമ്പത്തിക സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമാനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് എത്തിച്ചു കൊടുക്കുന്നത് വഴി സാമൂഹ്യ വികസനം സാധ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ സ്ഥാപിത ലക്ഷ്യം തന്നെ. എൻ്റെ ലക്ഷ്യവും മറിച്ചൊന്നുമല്ലല്ലോ. സാങ്കേതിക മേഖലയിൽ എനിക്കുള്ള താല്പര്യം മനസ്സിലാക്കി എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പുത്തൻ ആശയങ്ങൾ സമൂഹത്തിനു കൂടി പ്രയോജനപ്പെടുത്തുന്നതിനായി അന്നത്തെ കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീമിൻ്റെ കോർഡിനേറ്ററായിരുന്ന തോമസ് പ്രസാദ് സാറിൻ്റെ നേതൃത്വത്തിൽ ആ പദ്ധതിയുടെ റിസോഴ്സ് പേഴ്സണായി എന്നെ സെൻറ്ററുകളിലെല്ലാം കൊണ്ടുപോയി അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തു തരികയും അതായത് തൊഴിലധിഷ്ഠിത ക്ലാസ്സുകളും അനേകം ശില്പശാലകളും നയിക്കുന്നതിനുള്ള അവസരങ്ങളും ലഭിക്കുകയുണ്ടായി. കൂടാതെ കോളേജിൽ തന്നെ പ്രവർത്തിക്കുന്ന മെയിൻ സെൻറ്ററിലും തൊഴിലധിഷ്ഠിത ശില്പശാലകൾ നടത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇവ ഒട്ടേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബന്ധം ഇപ്പോഴും തുടരുന്നു. സാങ്കേതിക വിദ്യ എന്ന് നമ്മൾ പറയുന്ന അത് ശരിക്കും അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ലളിതമായി പറയുകയാണെങ്കിൽ? എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ സാങ്കേതിക വിദ്യ പല രൂപത്തിലുമാവാം. മനുഷ്യൻ്റെ കഴിവ്, സ്കിൽ അഥവാ വൈദഗ്ധ്യമാവാം, ഉപകരണങ്ങളുടെ രൂപത്തിലാകാം, വളരെ ലളിതമായ യന്ത്രങ്ങളുടെ രൂപത്തിലും ആവാം. നാം പുസ്തകത്തിൽ പഠിക്കുന്ന ശാസ്ത്ര സംബന്ധമായ അറിവുകൾ നമ്മളുടെ നിത്യജീവിതത്തിലോ വ്യാവസായിക സംരംഭങ്ങളിലോ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായ ഉദാഹരണം പറയാം. ശാസ്ത്രത്തിൽ 3 ഉത്തോലക തത്വങ്ങൾ പഠിക്കുന്നുണ്ട്. കമ്പോളത്തിൽ ലഭിക്കുന്ന തേങ്ങ പൊതിക്കുന്ന ലഘു ഉപകരണത്തിൻ്റെ പ്രവർത്തനത്തിന് ആസ്പദമായിട്ടുള്ളത് 1-ാം ഉത്തോലക തത്വമാണ്. അവിടെ സാങ്കേതികവിദ്യ അടങ്ങിയിരിക്കുന്നു. അതുമൂലം അധ്വാനം കുറയ്ക്കുന്നതിനും സമയം ലാഭിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾക്ക് സാധിക്കുന്നില്ലേ? അങ്ങനെ എവിടെയൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ശാസ്ത്ര സംബന്ധമായ അറിവുകൾ ഉപയോഗിക്കുന്നതിന് സാധിക്കുന്നുവോ അവിടെയെല്ലാം സാങ്കേതികവിദ്യ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഏറ്റവും ലളിതമായ ചക്രം എന്ന് പറഞ്ഞാൽ വീല് മുതൽ അത്യന്താധുനിക റോബോട്ടുകളെ വരെ ഇതിൽ ഉൾപ്പെടുത്താം. എന്തിന്? നമ്മളുടെ ശരീരം തന്നെ അനേകം സാങ്കേതികവിദ്യകളുടെ ഒരു സമന്വയം ആണല്ലോ. ഇപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസം നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ലളിതമായ രൂപത്തിൽ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കത്തക്ക വിധത്തിൽ രൂപപ്പെടുത്തുന്നതിലാണ് നമ്മളുടെ പങ്ക്. നമ്മളുടെ പരിസരത്തു നിന്നും ആരും ശ്രദ്ധിക്കപ്പെടാതെ വിലമതിക്കാതെ ഉപേക്ഷിക്കുന്നതും നശിച്ചു പോകുന്നതുമായ ഒട്ടേറെ വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടെ നമ്മൾക്കുണ്ട്. വില കുറഞ്ഞതും സുലഭമായിട്ടുള്ളതുമായ വിഭവങ്ങൾ വേറെയും. ഇവയെല്ലാം കാര്യക്ഷമതയോടെ ഉപയോഗിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള സാങ്കേതികവിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിലൂടെ ഗ്രാമീണ തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ വികസനം ത്വരിതപ്പെടുത്തുന്നതിനും സാധിക്കും. എൻ്റെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രബിന്ദു ഇതുതന്നെയാണെന്ന് പറയാം. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകി വരുന്നു. സാർ മുമ്പ് പഠിപ്പിച്ചിരുന്ന കോളേജിൽ സാറിന് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നോ? തീർച്ചയായും. ഞാൻ പഠിപ്പിച്ചിരുന്നത് ആലപ്പുഴ SD കോളേജിലെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വയോജന വിദ്യാവ്യാപന കേന്ദ്രത്തിൻ്റെ കീഴിലും, അതായത് സെൻറ്റർ ഫോർ അഡൽട്ട് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. ഗ്രാമീണ തലത്തിൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ഉപയോഗം മുന്നിൽ കണ്ടുകൊണ്ട് സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനും അവ ജനവിദ്യാ കേന്ദ്രങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുന്നതിനും അതിനു വേണ്ട പരിശീലനം ഗ്രാമീണ ജനങ്ങൾക്ക് നൽകുന്നതിനുമുള്ള അവസരം ലഭിച്ചു. കൂടാതെ യൂണിവേഴ്സിറ്റി തലത്തിലും പ്ലാനിംഗ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും കിട്ടിയിരുന്ന അവസരങ്ങളും പാഴാക്കിയിട്ടില്ല. SD കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായി 10 വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ കോളേജിൽ നാഷണൽ സർവീസ് സ്കീമിൻ്റെ 5 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പ്രോഗ്രാം ഓഫീസർ എന്ന നിലയിൽ NSSലൂടെയുള്ള പ്രവർത്തനവും അവിസ്മരണീയം ആണ്. വാർഷിക ദശദിന ക്യാമ്പുകളിൽ കുട്ടികൾക്ക് നാം
ഉപയോഗിച്ചുപേക്ഷിക്കുന്ന സാധനങ്ങളുടെ പുനരുപയോഗ സാധ്യതകളെക്കുറിച്ചും അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന സാധനങ്ങളെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് വലിയ പ്രചോദനവും നൽകിയിട്ടുണ്ട്. മറ്റേതൊക്കെ സംഘടനകളും സ്ഥാപനങ്ങളുമാണ് സാറിൻ്റെ അങ്ങയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും അതുപോലെ തന്നെ സാറിൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്? ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള ഒട്ടേറെ സംഘടനകളും സ്ഥാപനങ്ങളും എന്നെ സസന്തോഷം പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ താല്പര്യപ്പെട്ടതനുസരിച്ച് എൻ്റെ വീട്ടിൽ തന്നെ ഒരു എക്സിബിഷൻ നടത്തുകയുണ്ടായി. കോളേജിൽ ഇതര വിഷയങ്ങൾ പഠിച്ചിരുന്നവരുൾപ്പെടെ അനേകം കുട്ടികൾ വന്ന് കാണുകയും അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുമുണ്ടായി. ഫിസിക്സ് വിഭാഗത്തിലെ കുട്ടികൾക്കൊരു ശങ്കയുണ്ടായത് ഇത് ഫിസിക്കൽ ഇക്കണോമിക്സ് എന്ന ശാഖയായി മാറുമോ എന്നാണ്. എന്നാൽ മറ്റു ചിലർ സംബോധന ചെയ്തത് സനാതനത്തിൻ്റെ എഡിസണ് എന്നാണ്. ഇത്തരത്തിലൊക്കെ ലഭിക്കുന്ന പ്രേരണകളും പ്രചോദനങ്ങളും ആയിരുന്നു എന്നും എന്നെ മുന്നോട്ട് നയിച്ചതും എൻ്റെ മൂലധനവും. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡൽഹിയിലെ റൂറൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ തിരുവനന്തപുരത്ത് ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗ്രാമശ്രീ മേളയിലും എനിക്ക് അവസരം ലഭിച്ചിരുന്നു. 2000 നാഷണൽ ടെക്നോളജി ഡേയോടനുബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ പുനരുപയോഗത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചും അതുവഴി ഉണ്ടാക്കാവുന്ന ഉത്പന്നങ്ങളെക്കുറിച്ചും ക്ഷണിക്കപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിച്ച ആശയങ്ങൾക്ക് വലിയ സ്വാഗതമാണ് ലഭിച്ചത്. 2008 നാഷണൽ ടെക്നോളജി ഡേയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് കുന്നത്തുകാൽ പഞ്ചായത്ത് ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചും എൻ്റെ പ്രോഗ്രാം നടത്തിയിരുന്നു. അതുപോലെ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻ്റർ കോളേജിയേറ്റ് തലത്തിൽ നടത്തിയ ത്രിദിന ശില്പശാല ഒരു അനുഭവം തന്നെയായിരുന്നു. മറ്റനേകം കോളേജുകളിലെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്ന പരിപാടി ഒട്ടനവധി പേരുടെ പ്രശംസയ്ക്ക് പാത്രമായത് എനിക്ക് വലിയ പ്രചോദനം നൽകി. എറണാകുളത്ത് രാജഗിരി കോളേജ്, പാലക്കാട്ട് ലക്ഷ്മീനാരായണ വിദ്യാനികേതൻ, മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ബി.എഡ് കോളേജ്, തിരുവല്ല പുഷ്പഗിരി ഡെൻ്റൽ കോളേജ്, കുട്ടനാട്ടിലെ ചാവറ ഭവൻ എന്നിവിടങ്ങളിലൊക്കെ വെച്ച് നടത്തിയിട്ടുള്ള ശില്പശാലകളും പരിശീലന കളരികളും ബോധവത്കരണ ക്ലാസുകളും എല്ലാം എൻ്റെ മനസ്സിൽ എന്നും പച്ചപിടിച്ചു നിൽക്കും. ഇതിൽ നിന്നൊക്കെ ലഭിച്ച പ്രചോദനവും പ്രോത്സാഹനങ്ങളും ഒക്കെ വാക്കുകൾക്കതീതമാണ്. എന്നെ മുന്നോട്ട് നയിക്കുന്നതും മറ്റൊന്നുമല്ല. DPEP അതായത് ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ കീഴിലും ICDS പ്രൊജക്റ്റിൻ്റെ കീഴിലും കിട്ടിയ അവസരങ്ങളും ഒന്നും മറക്കാനാകുന്നില്ല. കഴിഞ്ഞ വർഷം കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയ ടെക്നിക്കൽ ഫെസ്റ്റിവലിൽ പുനരുപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിർമ്മിച്ച വസ്തുക്കളുടെയും സാങ്കേതിക ഉപകരണങ്ങളുടെയും ഒരു പ്രത്യേക സ്റ്റാൾ തന്നെ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഒട്ടനവധി ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റിയ പ്രദർശനത്തെക്കുറിച്ച് TV ചാനലുകളും മറ്റു പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ കീഴിൽ അധ്യാപകർക്ക് വേണ്ടി ടീച്ചേഴ്സ് ട്രെയിനിങ് ഹാൻഡ്ബുക്ക് തയ്യാറാക്കുന്നതിനും മറ്റും കേരള ഗവൺമെൻറ് എൻ്റെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും മുൻപ് സൂചിപ്പിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്ക് കുറഞ്ഞ ചെലവിൽ പഠന ഉപകരണങ്ങൾ നിർമ്മിക്കാവുന്ന രീതികൾ കൂടി പ്രസ്തുത ഹാൻഡ്ബുക്കിൽ ചേർക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയിലും കോഴിക്കോട്ടുമൊക്കെ വെച്ച് പഠനക്കളരികൾ നടത്തിയിട്ടുമുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിലും ജോയ്ഫുൾ ലേണിംഗ് അഥവാ വിനോദങ്ങളിലൂടെ വിജ്ഞാനം എന്ന ലേബലിൽ ഞാൻ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവയാണെങ്കിൽ കൂടുതൽ സ്കൂൾ തലത്തിലുള്ള അധ്യാപകർക്ക് വേണ്ടിയായിരുന്നു. ലളിതമായ രീതിയിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചുറ്റുപാടും ലഭ്യമായിട്ടുള്ളതും വെറുതെയോ വളരെ കുറഞ്ഞ ചിലവിലോ ലഭിക്കുന്നതും ഉപയോഗിച്ചുപേക്ഷിച്ച വസ്തുക്കൾ കൊണ്ടും പഠന ഉപകരണങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അവ. സമൂഹത്തിലെ ഏറ്റവും താഴത്തെ തലത്തിലുള്ള ഒരു സാമൂഹ്യ കൂട്ടായ്മയാണ് റെസിഡൻസ് അസോസിയേഷനുകൾ. അതിൻ്റെ പരിധിയിലുള്ള കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി അവധിക്കാലങ്ങളിൽ വിജ്ഞാനദായകവും ഒപ്പം തന്നെ വിനോദകരവുമായ ക്ലാസുകൾ ഒരുക്കാറുണ്ട്. തദവസരത്തിൽ എൻ്റെ യൂസ് ഓഫ് ദി യൂസ്ഡ് എന്ന ലേബലിൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങൾ, കൗതുക വസ്തുക്കൾ, പഠന ഉപകരണങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനും അതിനാവശ്യമായ പരിശീലനം നൽകുന്നതിനും അവസരങ്ങൾ നൽകാറുണ്ട്. സാറ് ദീർഘകാലം ഒരു അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണല്ലോ. ഈ പഠന ഉപകരണങ്ങൾക്ക് അധ്യാപനത്തിനുള്ള പ്രസക്തിയെക്കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള അധ്യയനത്തിന് ഒട്ടേറെ പ്രാധാന്യമുണ്ട്. വലിയ ശാസ്ത്രതത്വങ്ങൾ, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള തത്വങ്ങൾ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഇതുവഴി സാധിക്കുന്നു. ഇപ്രകാരം നേടുന്ന അറിവ് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ഭാവിയിൽ അവൻ്റെ വ്യക്തിത്വ വികസനത്തിന് വളരെയേറെ സഹായകമാവുകയും ചെയ്യും. ഇപ്രകാരമുള്ള അധ്യയന ശൈലി കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനും പഠനത്തിന് വിധേയമാക്കുന്ന വിഷയങ്ങളെപ്പറ്റി ചിന്തിപ്പിക്കുന്നതിനും
ക്ലാസ് മുറിയിൽ പഠനത്തിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനും സമയവും ഊർജവും ലാഭിക്കുന്നതിനും കുട്ടികളുടെ ക്രിയാത്മകതയും കഴിവും എല്ലാം വർദ്ധിപ്പിക്കുന്നതിനും ചുരുക്കത്തിൽ പഠനം കൂടുതൽ ആസ്വാദ്യകരവും ഫലപ്രദവും ആക്കുന്നതിനും സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ശില്പശാലകളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അതുപോലെ അതിൻ്റെ സംഘാടനം ഏത് രീതിയിലാണ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇപ്രകാരമുള്ള ശില്പശാലകളിലെല്ലാം പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ട് തന്നെ വസ്തുക്കൾ ഉണ്ടാക്കിക്കുന്നു. ഇതിന് ശാസ്ത്രീയമായി വളരെയേറെ പ്രാധാന്യമുണ്ട്. കുട്ടികളുടെ ഗ്രഹണശക്തിയെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: ബൗദ്ധിക, വൈകാരിക, മനഃശാലിക മണ്ഡലങ്ങൾ. പ്രത്യേകിച്ച് മനഃശാലിക മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഇത്തരത്തിലുള്ള കരനയന സമന്വയ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. ഇതിലൂടെ പ്രകൃതിയെയും മനുഷ്യനെയും ശാസ്ത്രതത്വങ്ങളെയും ലളിതമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. കുട്ടികളുടെ നിരീക്ഷണ പാഠവും വർദ്ധിക്കുന്നു. മനസ്സ് കൂടുതൽ ക്രിയാത്മകമാക്കുന്നതിനും സൈക്കോമോട്ടോർ ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നു. കുട്ടികളുടെ സർഗാത്മക വാസനകളെ കണ്ടെത്തി വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക രംഗത്തും മികവ് തെളിയിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. പ്രവൃത്തി പരിചയത്തിലൂടെ വിജ്ഞാന സമ്പാദനത്തിനും സർവോപരി വ്യക്തിത്വ വികസനത്തിനും വഴിതെളിക്കുന്നു. ഇതാണ് ഇത്തരം ശില്പശാലകളിലൂടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന നേട്ടം. അങ്ങനെയുള്ള ശില്പശാലകളിൽ, പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പുകളിൽ, വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത താൽപ്പര്യമുള്ള കുട്ടികളെയാണ് പങ്കെടുപ്പിക്കാറുള്ളത്. അവർക്കായി പ്രത്യേകം കിറ്റുകളും തയ്യാറാക്കേണ്ടതുണ്ട്. ഒരു കുട്ടി അവൻ്റെ സ്ഥാനത്തു നിന്നും എവിടേക്കും പോകാതെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിർദ്ദേശിക്കുന്ന വസ്തു നിർമ്മിക്കേണ്ടതാണ്. അതിനു വേണ്ടുന്ന എല്ലാ സാമഗ്രികളും ഓരോ കുട്ടിക്കും കൊടുക്കും. എങ്കിലേ ഇതുപോലെയുള്ള പരിപാടികൾ വിജയിക്കൂ, കുട്ടികളുടെ സമയവും നമ്മളുടെ സമയവും ഫലപ്രദമാകൂ. 2 പേറ്റന്റുകളുടെ ഉടമയും അതുപോലെ തന്നെ ഒട്ടേറെ സാങ്കേതിക വിദ്യകളുടെ ആവിഷ്കർത്താവുമായ അങ്ങേക്ക് ഇപ്പോഴത്തെ നമ്മുടെ വ്യാവസായിക വികസനത്തെക്കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? മിക്ക ചെറുകിട ഉത്പാദന സംരംഭങ്ങളും നഷ്ടത്തിലോടുന്നത് അനുയോജ്യമല്ലാത്ത സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാലാണ്. തൊഴിലവസരങ്ങളും തനതു സാങ്കേതിക വിജ്ഞാനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിലും ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിലും നമ്മളുടേതായ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇത്തരത്തിലുള്ള വ്യാവസായിക വികസന തന്ത്രമാണ് നമുക്ക് ആവശ്യം. നാം പലപ്പോഴും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അവ പലപ്പോഴും അതതു ദേശത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് വികസിപ്പിച്ചെടുത്തവയായിരിക്കും. അത് നമ്മളുടെ നാടിന് യോജിക്കുന്നവ ആയിരിക്കണമെന്നില്ല. എന്നു തന്നെയുമല്ല, ഉൽപ്പാദന ചെലവ് കൂട്ടുന്നതിനും ലാഭം കുറയുന്നതിനും ഇടയാക്കുന്നു. കൂടാതെ വിഭവങ്ങളുടെ ഉപയോഗത്തിൽ കാര്യക്ഷമത കൈവരിക്കുന്നതിനും സാധിക്കുന്നില്ല. ഈ ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും പങ്കുവയ്ക്കാമോ? തീർച്ചയായും. കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനവിദ്യാ കേന്ദ്രവുമായി സഹകരിച്ചുള്ള പ്രവർത്തനം കേരള സർവകലാശാലയിലെ സെൻറ്റർ ഫോർ അഡൾട്ട് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരമൊരുക്കി. ഇന്ത്യൻ സോഷ്യൽ സയൻസ് അക്കാദമിയുടെ ആയുഷ്കാല അംഗം കൂടിയായതിനാൽ ദേശീയ സമ്മേളനങ്ങളിലും മറ്റും എൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള വേദി ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ വഴിയും പ്രോത്സാഹനങ്ങളും ദേശീയ തലത്തിൽ അവസരങ്ങളും ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു. കൂടാതെ അനേകം നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകളും അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. സാറ് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സാറിൻ്റെ ഒരു പൊതുവായ ദർശനം എന്തായിരുന്നു? നമ്മൾക്ക് ചുറ്റും ലഭ്യമായിട്ടുള്ള വിലയില്ലാത്തതോ വില കുറഞ്ഞതോ ഉപയോഗിച്ചുപേക്ഷിച്ചതോ ആയ സാധനങ്ങളിൽ നിന്നും കൗതുക വസ്തുക്കളോ ഉപയോഗപ്രദമായ മറ്റു ഉത്പന്നങ്ങളോ നിർമ്മിക്കുന്നതിന് ഉതകുന്ന സാങ്കേതികവിദ്യ രൂപപ്പെടുത്തുക എന്ന സമീപനമാണ് പ്രവർത്തനങ്ങളിലെല്ലാം പൊതുവായി ഞാൻ സ്വീകരിച്ചത്. ഈ ചിന്തയാണ് അനുയോജ്യ സാങ്കേതികവിദ്യയുടെ അഥവാ തദ്ദേശീയ സാങ്കേതികവിദ്യയുടെ രൂപകൽപ്പനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചതും ഒരു പരിധിവരെ നിറവേറ്റുവാൻ സാധിച്ചതും. ഏതൊക്കെ തരത്തിലുള്ള യന്ത്രങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കുമാണ് സാർ രൂപം കൊടുത്തിട്ടുള്ളത്? 26ഓളം മെഷീനറികൾക്കും 200ഓളം ഉത്പന്നങ്ങൾക്കും രൂപം കൊടുക്കുന്നതിന് സാധിച്ചത് മേൽപ്പറഞ്ഞ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന പരിചയം ഒന്നുകൊണ്ട് മാത്രമാണ്. യന്ത്രങ്ങളിൽ പ്രധാനമായത് മൾട്ടിപർപ്പസ് മെഷീനാണ്. അതിന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ അംഗീകാരവും പേറ്റൻറ്റും ലഭിക്കുകയുണ്ടായി. അതുമാത്രം വികസിപ്പിക്കുന്നതിന് എനിക്ക് ഏകദേശം 12 വർഷത്തെ പ്രയത്നം വേണ്ടി വന്നു. വേസ്റ്റ് പേപ്പർ പൊടിക്കുന്ന യന്ത്രത്തിനും പേറ്റൻറ്റ് ലഭിച്ചു. കൂടാതെ അവ രണ്ടിനും നാഷണൽ രജിസ്റ്ററിൽ സ്ഥാനവും കിട്ടി. മറ്റു മെഷീനറികളുടെ കൂട്ടത്തിൽ മുത്ത് നിർമ്മിക്കുന്നതിനും തൈര് കടയുന്നതിനും കോയിൽ വൈൻഡ് ചെയ്യുന്നതിനും പെയിൻ്റ് അടിക്കുന്നതിനും പേപ്പർ മോൾഡ് ചെയ്യുന്നതിനും അങ്ങനെ പലതും രൂപകൽപ്പന ചെയ്തു. ഉപയോഗിച്ചുപേക്ഷിച്ച സാധനങ്ങളാൽ അനേകം കൗതുക വസ്തുക്കളും പഠനോപകരണങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ശില്പശാലകളിൽ ഞാൻ ഇവയിൽ ഒട്ടുമിക്കതും കൊണ്ടുപോകാറുമുണ്ട്.
അവയെല്ലാം തന്നെ മാർക്കറ്റബിൾ ലെവലിൽ നിർമ്മിക്കാവുന്നതുമാണ്. ഇവയുടെ നിർമ്മാണത്തെ ആസ്പദമാക്കിയാണ് ഒട്ടുമിക്ക ശില്പശാലകളും നയിച്ചിരുന്നത്. നിരന്തരമായ ശ്രമം, ക്ഷമ, സഹനശക്തി ഇവയെല്ലാം ഉണ്ടാവണം. വേർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ എന്നാണല്ലോ പഴമൊഴി. സാറ് വികസിപ്പിച്ചെടുത്ത 2 സാങ്കേതിക വിദ്യകൾക്ക് സാറിന് പേറ്റൻറ്റ് ലഭിക്കുകയുണ്ടായല്ലോ. എന്തായിരുന്നു ആ സാങ്കേതിക വിദ്യകൾ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച്, ഏറ്റവും കൂടുതൽ അധ്വാനിച്ച്, ഒരുപാട് ശ്രമകരമായ ഒത്തിരി ആലോചിച്ച് തയ്യാറാക്കിയ 2 മെഷീനറികൾക്കാണ് എനിക്ക് പേറ്റൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡും കിട്ടിയത്. ഒരെണ്ണം മൾട്ടിപർപ്പസ് മെഷീനാണ്. അതിൽ ഉപയോഗിച്ച് കട്ടിങ്, ഗ്രൈൻഡിങ്, കാർവിങ്, ഡ്രില്ലിംഗ്, ബഫിംഗ്, മില്ലിംഗ് എന്നിങ്ങനെ അനവധി ജോലികൾ ഒരേ സമയത്ത് ചെയ്ത് തീർക്കാവുന്നതാണ്. ഒരേ സമയത്ത് ഒരാൾക്കോ 2 പേർക്കോ 3 പേർക്ക് വേണമെങ്കിൽ നിന്ന് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്. ഒരാളിൽ കൂടുതൽ പൊക്കമുള്ള ഒരു മെഷീനാണ് അത്. എൻ്റെ ഒരു 12 വർഷത്തെ ശ്രമകരമായ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് ശരിയാക്കുവാൻ പറ്റിയത്. തടികളും ഒക്കെ ഉപയോഗിച്ച് 1 മില്ലിമീറ്റർ തിക്നെസ്സുള്ള ചെറിയ കഷ്ണം മുതൽ 1.5 അടി വീതിയുള്ള പലക കഷ്ണത്തിൽ വരെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പല കുത്തുമണികൾ അത് ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ എംബ്ലം തന്നെ ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഔദ്യോഗിക എംബ്ലം ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അത് ഞാൻ മെമൻറ്റോയുടെ രൂപത്തിലാക്കി ഞാൻ കൊടുത്തു. അതവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയിട്ട് ഈ നിമിഷം വരെയും അവിടെ വന്നിട്ടുള്ള ദേശീയ തലത്തിൽ വന്നിട്ടുള്ള എല്ലാ VIP-കൾക്കും വിശിഷ്ടാതിഥികൾക്കും അവിടെ നടത്തിയുള്ള കോമ്പറ്റീഷന് കൊടുത്തിട്ടുള്ള പ്രൈസും എല്ലാം എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ മെമൻറ്റോ ആണ്. പേപ്പർ പ്ലപ്പ് കൊണ്ടുണ്ടാക്കിയ മെമൻറ്റോ ആണ്. അത് കണ്ടാൽ സാറ് അതാണെന്ന് പറയുകയില്ല, അത്ര ഫിനിഷാണ്, അത്ര ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വൻ പൊട്ടൻഷ്യാലിറ്റി, ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇതിനാണ് രണ്ടാമത്തെ പേറ്റന്റ് കിട്ടിയത്. അപ്പോൾ ഇതിനൊക്കെ വളരെ ചിലവ് വളരെ കൂടുതലായിട്ട് അങ്ങനെ എന്തെങ്കിലും വരുമോ? ഇല്ല, വ്യാവസായിക അടിസ്ഥാനത്തിൽ ചിലവ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. നമ്മളൊരു എപ്പോഴും ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ചിലവ്, യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ലാർജ് സ്കെയിലോട്ട് പോകുമ്പോൾ. അപ്പം ഞാൻ തന്നെ അവിടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അവതരിപ്പിക്കുകയുണ്ടായി. ഒരു ദിവസം എഞ്ചിനീയറിംഗ് കോളേജ് അതിനുവേണ്ടി മാറ്റിവെച്ചു. അത് ഇതുപോലെയുള്ള ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രോജക്റ്റാണ്. അത് ഞാൻ അവതരിപ്പിച്ച പ്രോജക്റ്റ് ഏകകണ്ഠേന അംഗീകരിക്കുകയും അത് കോളേജിൻ്റെ മാസ്റ്റർ പ്രോജക്റ്റായിട്ട് തിരഞ്ഞെടുക്കുകയും അതിൻ്റെ നടപടികളും തുടങ്ങിയിട്ടുണ്ട്, ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ദേശീയ തലത്തിൽ ഉള്ളത് കൂടാതെ പ്രശസ്ത സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള അവാർഡുകളും സാറിൻ്റെ അംഗീകാരങ്ങളും സാറിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കാതലായ ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനം അതേക്കുറിച്ച് എന്തെങ്കിലും പറയാം? ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങളും പേറ്റൻറ്റുകളും നേരത്തെ സൂചിപ്പിച്ച മൾട്ടിപർപ്പസ് മെഷീനും പേപ്പർ പൊടിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കുമാണ് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനം പ്രാദേശിക തലത്തിൽ ലഭ്യമാവുന്നതും ചിലവ് തീരെ ഇല്ലാതെയും ലഭിക്കുന്ന വിഭവങ്ങളുടെ കാര്യക്ഷമതയോടെയുള്ള ഉത്പാദന സാധ്യതയും കണക്കിലെടുത്താണ്. ദെയർ ഈസ് നോ വേസ്റ്റ്, ഇറ്റ് ഈസ് എ മിസ്പ്ലേസ്ഡ് റിസോഴ്സ്. ഇതാണ് എൻ്റെ മുദ്രാവാക്യം. പുനരുപയോഗത്തിൻ്റെയും പുനഃചംക്രമണത്തിൻ്റെയും സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രാദേശിക വിഭവങ്ങളുടെ കാര്യക്ഷമതയോടെയുള്ള വിനിയോഗത്തിന് സഹായകരമായ സാങ്കേതിക വിദ്യാ വികസനത്തിനുള്ള എൻ്റെ സംഭാവനകളാണ് എനിക്ക് ലഭിച്ച അംഗീകാരങ്ങൾക്കെല്ലാം മുഖ്യമായും നിദാനമായതെന്ന് ഞാൻ കരുതുന്നു. ഈ വൈവിധ്യമാർന്ന മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അതിനിടയിൽ ഉണ്ടായിട്ടുള്ള അവിസ്മരണീയമായ അനുഭവങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും സുവർണ നിമിഷങ്ങൾ, അങ്ങനെ എന്തെങ്കിലും സാറിന് പറയാനായിട്ടുണ്ട്? ഓർമ്മച്ചപ്പിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്ന അനുഭവങ്ങൾ ഒട്ടേറെയാണ്. അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര NGO ആയ വേൾഡ് വിഷൻ്റെ കീഴിൽ 2003 പത്തനംതിട്ടയിലെ പേഴുംപാറയിൽ 3 ദിവസം നീണ്ടുനിന്ന ശില്പശാല ഞാൻ നയിച്ചിട്ടുള്ള ശില്പശാലകളിൽ ഏറ്റവും ഭംഗിയായും ചിട്ടയോടെയും സംഘടിപ്പിച്ച ഒന്നായിരുന്നു. സമാപന ദിവസം കുട്ടികളും ഗ്രാമവാസികളും പങ്കിട്ട മനോവികാരം എന്നെ ഇപ്പോഴും സ്വാധീനിക്കുന്നു. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൻ്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ ത്രിദിന ഇൻ്റർ കോളേജിയറ്റ് വർക്ക്ഷോപ്പ് എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ 2002 നടന്ന ഇന്ത്യൻ അക്കാഡമി ഓഫ് സോഷ്യൽ സയൻസസിൻ്റെ 25ാമത് ഇന്ത്യൻ സോഷ്യൽ സയൻസ് കോൺഗ്രസിൽ US-ലെ അത്യുന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ മിയാമി ദേദ് കോളേജിലെ ചെയർ ഓഫ് ടീച്ചിങ് എക്സലൻസ് പ്രൊഫസർ, ഇൻ്റർനാഷണൽ ടീച്ചിങ് ഗ്രാൻഡ് ഫെല്ലോ, ഗ്ലോബൽ പീസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ തുടങ്ങി അനവധി ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ഡോക്ടർ മൈക്കൽ ജെ ലെനാഖാൻ ഉണ്ടായിരുന്നു. എൻ്റെ പ്രസൻറ്റേഷന് ശേഷം അദ്ദേഹം എന്നെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എഴുതിത്തരികയുമുണ്ടായി. അതിൻ്റെ കൺക്ലൂഡിംഗ് സെൻറ്റൻസ് ഇതാണ്: യു ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻഫർമേഷൻ, ഇൻസൈറ്റ് ആൻഡ് ഇൻസ്പിറേഷൻ വർത്തി ഓഫ് എ മൈക്കലാഞ്ചലോ, തോമസ് എഡിസൺ ഓർ അതർ ഇൻവെൻറ്റേഴ്സ്
ഹൂസ് ജീനിയസ് വിൽ ചേഞ്ച് പാർട്സ് ഓഫ് ഓർ ഓൾ ദ വേൾഡ്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി കരുതുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ സെൻറ്ററിൽ നിന്നും എൻ്റെ വീട് സന്ദർശിച്ച ഡോക്ടർ സഹിൽ കർഖാനിസിൻ്റെ അഭിനന്ദനവും എനിക്ക് മറക്കാനാകുന്നില്ല. ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ആൻ ഇന്നോവേഷൻ സച്ച് ആസ് യുവേഴ്സ് ആർ ഫാർ ബിയോണ്ട് ദ ഇമാജിനേഷൻ ഓഫ് എനി ഓഫ് അസ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. കൂടാതെ ബെൽജിയത്തിൽ നിന്ന് എത്തിയ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ബോർട്ട് വോൺ ടെൻഡലു ലോക പര്യടനത്തിനിടയിൽ എന്നെക്കുറിച്ചറിഞ്ഞ് വീട്ടിൽ വന്ന് എൻ്റെ പ്രവർത്തനങ്ങൾ നേരിൽ കാണുന്നതിന് ഇടയായി. അദ്ദേഹം നാട്ടിലെത്തിയ ശേഷം എനിക്ക് എഴുതിയ കത്തിലെ തുടക്കം തന്നെ ഇങ്ങനെയായിരുന്നു: ടു ദ ഗ്രേറ്റസ്റ്റ് ജീനിയസ് ആൻഡ് സെൽഫ് മെയ്ഡ് മാൻ ഐ ഹാവ് എവർ മെറ്റ് ഇൻ മൈ എൻറ്റയർ ലൈഫ്, ഡിയർ പ്രൊഫസർ. അങ്ങനെ പോകുന്നു ആ കത്ത്. കഴിഞ്ഞ വർഷം എൻ്റെ ഇടത്തുകണ്ണിനെ മധുരയിൽ അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. എൻ്റെ സർജറിക്ക് മേൽനോട്ടം വഹിച്ച പ്രശസ്ത ഡോക്ടർ ഉഷ കിം സർജറിക്ക് ശേഷം ചെക്കപ്പിന് ചെന്നപ്പോൾ പ്രസിദ്ധീകരണ വിഭാഗത്തോട് ആവശ്യപ്പെട്ട് ഞാനുമായി ഒരു അഭിമുഖത്തിന് സംവിധാനം ഒരുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇൻ്റർനാഷണൽ മാഗസീനായ അരവിന്ദ് ന്യൂസിൽ എന്നെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി. അതൊരു വലിയ അംഗീകാരം തന്നെയായിരുന്നു. കൂടാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡോക്ടർ സുകുമാരൻ സാർ, രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിലെ ഡോക്ടർ PK മുഹമ്മദ്, മറ്റനേകം പ്രശസ്ത വ്യക്തികളുടെ പ്രോത്സാഹനങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒന്ന് പങ്കുവയ്ക്കാമോ? പൊതുവെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർ സമൂഹത്തിൽ നിന്നും അകന്നു പോകുന്നതായി കാണുന്നു. വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും സമൂഹവുമായി കൂടുതൽ അടുക്കുന്നതിനും അതിലൂടെ സമൂഹത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും സർവോപരി സമൂഹത്തിന് തണലേകുന്നതിനും സാധിക്കുന്ന കഴിവുറ്റ വ്യക്തികളാകുവാൻ സാധിക്കണം. എങ്കിലേ വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ നേട്ടങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് സാർ പറയാനുള്ളത്? നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മൂല്യവർധന ഉണ്ടാകേണ്ടത് ഒരു ആവശ്യകതയാണ്. നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയരാകുന്നുമുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്. ഏതൊരു പ്രതികൂല സാഹചര്യവും അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ഒരു ആത്മാർത്ഥ ശ്രമം ജീവിത വിജയത്തിന് അനിവാര്യ ഘടകമാണ്. എല്ലാവരിൽ നിന്നും അതുണ്ടാകണം. എങ്ങനെയാണ് സാറിന് ഇതിനെല്ലാമുള്ള സമയം ലഭിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു കാര്യത്തിനായിട്ടും പ്രത്യേകം സമയം ലഭിക്കുന്നില്ല. എല്ലാവർക്കും 24 മണിക്കൂർ മാത്രമേ ലഭിക്കൂ ഒരു ജന്മവും. അതിനിടയിൽ ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. എൻ്റെ ഒരു അധ്യാപകൻ റവറൻഡ് ഫാദർ പോൾ കുന്നുങ്കൽ എൻ്റെ ഓട്ടോഗ്രാഫിൽ കുറിച്ചിട്ട എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച എന്നെ സ്വാധീനിച്ച ഒരു വരി ഓർത്തു പോകുന്നു: ഡു നോട്ട് പോസ്റ്റ്പോൺ ടു ടുമോറോ വാട്ട് യു ക്യാൻ ഡു ടുഡേ. അത് ശ്രോതാക്കൾക്കായി കൈമാറുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാജന മാ കർമ്മഫല ഹേതുർഭൂർമ തേ സങ്കോസ്ത്വ അകർമ്മണി. ഫലചിന്തയില്ലാതെ കർമ്മം ചെയ്യുക. കർമ്മത്തിലാണ് നിനക്കധികാരം, ഫലത്തിലല്ല എന്നാണ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്. അത് ഞാൻ വിശ്വസിക്കുന്നു. ആലപ്പുഴ SD കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ V നാരായണൻ നമ്പൂതിരിയുമായി ശ്രീ G സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.